കുഞ്ഞിന്റെ ജീവൻ കെട്ടിടത്തുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കന്യകളെ പറ്റത്തുള്ളൂ. ചെറിയ സഹായമാണ് കേട്ടോ, ഇത് കയ്യിൽ വെച്ചോ കേട്ടോ. അത് ഇനിയിപ്പം അടുത്ത ദിവസം ചികിത്സയ്ക്ക് പോകുമ്പം അതിനുവേണ്ടി എടുക്കാം. എനിക്ക് എന്നെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നു. വയറ് പെരുകും കൂടെ മാസം തോറും വെള്ളം കുത്തി എടുക്കണം. അടുത്തൊക്കെ കഷ്ടപ്പെട്ട് ഈ അസുഖം കാരണം. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കുന്നിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു മോൻ്റെ വളരെ വിഷമകരമാകുന്ന അവസ്ഥ അറിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വരുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ മോൻ്റെ ഈ ഒരു സാഹചര്യം എനിക്ക് മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ഓടി ഞാൻ ഈ മോനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. മോൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇപ്പം പഠനത്തിന് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ചേട്ടാ, എൻ്റെ പേരായിരുന്നു. 10 വർഷം കൊണ്ട് ഞാൻ ചികിത്സയിലാണ്. ആദ്യം മൂത്രത്തിൻ്റെ അസുഖം ഉണ്ടായി, അത് ചികിത്സിക്കാൻ കൊണ്ടുപോയി. ഡോക്ടർ മൂന്ന് രീതി പറഞ്ഞ് റെഡിയാവുമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ നാവിക്കൂടെ മൂത്രം പോകുന്നില്ല, എൻ്റെ വയറ്റിൽ ട്യൂബ് ഇട്ട് തന്നു. പിന്നെ ഡോക്ടർ പറയുന്നത് നാവിക്കൂടെ മൂത്രം പോകുന്നില്ലെന്നാണ് പറയുന്നത്, കിഡ്നിക്ക് കുഴപ്പമുണ്ടായതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അത് മൂത്രത്തെ കല്ലിൻ്റെ ആയിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയി. അതിപ്പം അമ്മ കൊണ്ട് പോവാണ് എന്നെ ഹോസ്പിറ്റലിലോട്ട്. അതിന് ചികിത്സയ്ക്ക് പൈസ വേണം, സഹായിക്കാൻ ആരുമില്ല. ഞങ്ങൾ പൈസയൊക്കെ അനുവദിക്കുന്ന അവിടെയൊക്കെ ഞങ്ങൾ ലെറ്ററും നോട്ടീസൊക്കെ അയച്ച് മുഖ്യമന്ത്രിയൊക്കെ കൊടുത്തു. അതിനൊരു അനക്കമൊന്നുമില്ല, അതിനെപ്പറ്റി ഒരു പറച്ചിലുമില്ല. ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. വയറ് വീർക്കുന്ന അസുഖമുണ്ട്, അതില്ലായിരുന്നായിരുന്നു. വയറ് പെരുകും കൂടെ മാസം തോറും വെള്ളം കുത്തി എടുക്കണം. പിന്നെ വിമ്മിഷ്ടം ഉണ്ടാവും. ഇപ്പൊ മോൻ അധികം സംസാരിക്കാൻ പറ്റത്തില്ല. രാവിലെ മുതലേ അങ്ങ് അസ്വസ്ഥതയാണ്, വയറുവേദനയും. ഹോസ്പിറ്റലിൽ പോവാണ്. പിന്നെ ഡയാലിസിസ് ചെയ്യേണ്ട ദിവസം അല്ലേ? ഡയാലിസിസ് ചെയ്യണം. ആഴ്ച ഒരു ഡയാലിസിസ് ഉള്ളായിരുന്നു. പിന്നെ ഓരോ അസ്വസ്ഥതകൾ കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ 3 എണ്ണമായി. അങ്ങനെ ഇപ്പം കൊണ്ടുപോവാണ്. ഡയാലിസിസ് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോലും നിവൃത്തിയില്ല. അത് എത്ര വയസ്സുണ്ട് മോനിപ്പം? എനിക്കിപ്പോ 24 വയസ്സാവുന്നു. പഠിത്തമൊക്കെ കഷ്ടപ്പെട്ട് ഈ അസുഖം കാരണം പഠിത്തക്ക് പഠിക്കാനൊന്നും പോകാൻ വയ്യ. അങ്ങനെ എനിക്ക് എന്നെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നു ചേട്ടന്മാരോട്. ഒരു മാസത്തിൽ 2, 3, 4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകണം.